ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പള്ളിയിലെ നമ്മുടെ യൂണിറ്റ് സെയിൻറ്റ് ജെയിംസ് യൂണിറ്റിൻ്റെ ആനുവൽ ഡേ പ്രിപ്പറേഷൻസ് ആട്ടോ. അപ്പോൾ ഞാനൊക്കെ ഉള്ളത് ഡാൻസിനും പാട്ടിനൊക്കെ ഉള്ളത്. അപ്പോൾ ഡാൻസ് കുറച്ച് ദിവസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മൾ അത്ര ഡാൻസേഴ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യണമല്ലോ. പിന്നെ ആനുവൽ ഡേ ഓൾറെഡി 2 വർഷം കൂടുമ്പോഴാണ് ആനുവൽ ഡേ വരിക. പക്ഷേ ഈ വർഷം കോവിഡിൻ്റെ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് 4 വർഷത്തിന് ശേഷം ഉണ്ടായതായതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡായിട്ടായിരുന്നു എല്ലാ യൂണിറ്റുകളും നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ രാത്രി 9 മണിക്ക്. അതിൽ കുറേ പേര് ജോലിക്കാരുള്ളത് കൊണ്ട് തന്നെ 9 മണിക്കാണ് പ്രാക്ടീസ്. 10:30-11 ആവും വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ ഇത് ആൻസി വീക്കെൻഡ് മാത്രമേ വരാറ്. ഇത് സിം ചേച്ചിയുടെ വീട്ടിലാണ് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നത്. ഇത് ആൻസിയുടെ 2 മക്കൾ. അപ്പോൾ വീക്കെൻഡിൽ വരുമ്പോൾ അവരും കൊണ്ടുവരും. അവരും നന്നായി കളിക്കും കേട്ടോ. ആ കൊച്ച് സൂപ്പർ ഡാൻസാണ്. ആനുവൽ ഡേയുടെ അന്ന് നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് ഒരു സൈഡിൽ നടക്കണം. താഴെ വലിയൊരു ഡാൻസ്. ഇത് രംഗപൂജ, ടീനേജേഴ്സിൻ്റെ രംഗപൂജ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിവിടെ പ്രാക്ടീസ്. വലിയവരുടെ പ്രാക്ടീസ് താഴെ, പിന്നെ ബോയ്സിൻ്റെ ഡാൻസ്, കിഡ്സിൻ്റെ ഡാൻസ് അതൊക്കെ വേറെ വേറെ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാൽ നടക്കില്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ വർത്താനാണ്. കുറച്ച് നേരം കളിക്കും. അപ്പോൾ ഇത് ലെഫ്റ്റ് എൻഡിൽ നിൽക്കുന്നത് നീലിമയുടെ അപ്പുറത്ത് വൈറ്റ് ക്രോപ്പ് ടോപ്പ് ഇട്ട് നിൽക്കുന്നത് നീലിമയുടെ ചേച്ചിയുടെ മോള് മിന്നു ആണ് ഞങ്ങളെ ഫുൾ ഡാൻസ് പഠിപ്പിച്ചത് കേട്ടോ. മിന്നു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയണ്ടാവും. മിന്നുവിൻ്റെ ഡാൻസൊക്കെ ഭയങ്കര വൈറലാണ്. കുറേ ഫോളോവേഴ്സും വ്യൂസൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ മിന്നു സ്റ്റെപ്പ് ഇട്ടപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡായി. ഞങ്ങൾക്കത് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് മിന്നുവിനെ കൊണ്ടുവന്നു. മിന്നു ഞങ്ങൾക്ക് പറ്റിയ സ്റ്റെപ്പൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ കളിച്ചു. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫുൾ ടൈം വർത്താനം പറച്ചില്ല. അതായത് 2-3 പ്രാവശ്യം ആദ്യം കളിക്കും. അത് കഴിഞ്ഞ് ഫുൾ വർത്താനം ഞാനും മേരി ചേച്ചി, ജിനി, ടൈജി ഇത് സംസാരിക്കലാണ് മെയിൻ പണി. രാത്രി 10:30 ആകുമ്പോൾ മിന്നു കോളേജ് വിട്ട് കഴിഞ്ഞ് നീലിമയുടെ അവിടെ വന്നത് കഴിഞ്ഞിട്ട് 10:30 ആകുമ്പോൾ നീലിമയുടെ ഹസ്ബൻഡ് മിന്നുവിനെ കൊണ്ടാക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ മേരി ചേച്ചി ഏറ്റെടുത്തു ഞങ്ങളെ പഠിപ്പിക്കൽ. ആ സ്റ്റെപ്പ് മേരി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേരി ചേച്ചിക്ക് അത് ആദ്യം തന്നെ കിട്ടി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞുതരാം, അത് പാമ്പിൻ്റെ പോലെയൊക്കെ കാണിച്ചാൽ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പാവുമെന്ന്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും മറക്കാണ്ടിരിക്കാൻ ഓരോന്ന് നമ്മൾ പറയൂട്ടാ. ഇതിപ്പോൾ ജിനി ഞാനും ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കുട്ടികളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ്. അവരുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇതല്ല കേട്ടോ. ആനിമലത്തെ പാട്ട് വെച്ചിട്ട് അവർ അടിപൊളിയായിട്ട് കളിച്ചു. അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ഞാൻ ചെയ്യുമെന്ന് കണ്ടോളാം. നല്ല രസമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് പ്രാക്ടീസും എല്ലാവർക്കും സ്ട്രെയിനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സത്യത്തിൽ ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ നമ്മുടെ പ്രാക്ടീസ് ഷിഫ്റ്റ് ചെയ്തു മീൻ ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ അതേ അവിടെ ഐസ്ക്രീമും കാര്യങ്ങളും അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സും. ചേച്ചിയുടെ അവിടെ പോയാൽ അത് സ്നാക്സ് ഉണ്ടാവാറുണ്ട്. മീൻ ചേച്ചിയുടെ അവിടെയും ഇതുപോലെ ഓരോ ദിവസം ഓരോന്നുണ്ടാവും. പിന്നെ ഇതേ നമ്മുടെ പാട്ടിൻ്റെ സെക്ഷൻ്റെ സോങ് മെഡ്ലി ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്. അതിൽ അമൽച്ചേട്ടനൊക്കെ പാടാണ്ടായിരുന്നു. 16 പാട്ടുകാർ പാടി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ അതിൽ കുറേ പേർക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ട് മീൻ ചേച്ചി തന്നെ അവിടെ വീട്ടിലുണ്ടായ മുയൽ ചെവി അങ്ങനെ അവിടെയുള്ള ഔഷധ ചെടികളൊക്കെ വെച്ചിട്ടൊരു ലേഹ്യം പോലെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക, തൊണ്ട ശരിയാവാൻ വേണ്ടിയിട്ട്. എല്ലാവരും അത് തൊണ്ട ശരിയാൻ വേണ്ടി വാരിക്കൂരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അടിപൊളി സാധനം, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം കേട്ടോ മീൻ ചേച്ചി ഉണ്ടാക്കിയത്. അവിടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ രാത്രി ഞാൻ പറയില്ലേ 10:30 കഴിയും എന്തായാലും 11 മണിയൊക്കെ ആവും. റോട്ടിലൊരു മനുഷ്യനില്ല നടക്കാൻ. നല്ല രസമായിരുന്നു അങ്ങനെ നടക്കാനായിട്ട്. പിന്നെ നമ്മൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ പ്രാക്ടീസ് കഴിഞ്ഞ് കുറേ നേരം ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂം എന്ത് ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടൈജി സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ടൈജിക്ക് പിള്ളേരുടെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കോസ്റ്റ്യൂം എന്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ ഒരു ദിവസം പോകുമ്പോൾ മീൻ ചേച്ചിയുടെ വാഴ വെട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് പിണ്ടിയൊക്കെ തന്നു. പിറ്റേ ദിവസം കറി വെക്കാനുള്ള പിണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് നടക്കണേ. ഇത് ഞാൻ വെറുതെ എടുത്തു എന്നുള്ളൂ. നമ്മുടെ വീട്ടിന് മുമ്പിൽ ഫുൾ കണിക്കൊന്ന പൂത്ത് നിൽക്കുക. സാധാരണ വിഷുവിൻ്റെ സമയത്തൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുൾ മരം പൂത്ത് നിൽക്കണതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ വെറുതെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ലില്ലിയാൻ്റി, നമ്മുടെ മീൻ ചേച്ചിയുടെ ചേട്ടൻ്റെ വൈഫ്, ആളുടെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. കലക്കി പൊളിച്ചുവിട്ട് അവർ ജോൺസണങ്ങളും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തവും കാര്യങ്ങളൊക്കെ.
അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഭാഗത്ത് ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കും, സ്റ്റെപ്പ് ഡൗട്ടുള്ളവരെ കളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഫുൾ ടൈം ഒരു തവണയ്ക്ക് 1-2 തവണ ഞങ്ങളെല്ലാവരും കൂടി കളിക്കും, ബാക്കി കുറച്ച് പേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്നാക്സ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ചിക്കൻ റോളായിരുന്നു. അപ്പോൾ മെനു ഉള്ളതുകൊണ്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മേടിച്ചേച്ചി. മിന്നു മിന്നു കം ഓൺ മിന്നു 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 കം ഓൺ ടേക്ക് ഇറ്റ്. വിളിക്കേ ലൗലി ആന്റി അല്ലേ ഇരിക്കണേ? എവിടെ പോയാ? ഞാൻ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോ എന്റെ കയ്യിൽ അടുക്ക് പോകും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കഴിക്കാൻ ഡാൻസൊക്കെ ഒരുവിധം സെറ്റായപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം റെൻറ്റിന് എടുക്കാനായിട്ട് പാലാരിവട്ട തമ്മനം റൂട്ടിലുള്ള നമ്മുടെ ദൃശ്യഭംഗിയിലേക്ക് പോയിട്ടാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അനാർക്കലി പോലത്തെ, കാരണം 8 എണ്ണം വേണമല്ലോ, ഞങ്ങൾ 8 പേര് കളിക്കണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൈസിനൊക്കെ കിട്ടേണ്ടതുള്ളതുകൊണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 8 എണ്ണം ഉള്ളതും ഒക്കെ ഉള്ളതായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് എടുത്തു. അപ്പം ഞങ്ങളുടെ പിന്നാലെ തന്നെ നീലിനിയും സാനിയും വന്നു. കാരണം സാനിയ ടീമിൻ്റെ അവരുടെ ഏജിലുള്ള പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അവരുടെ കോസ്റ്റ്യൂം കൂടിയും ചൂസ് ചെയ്യണമായിരുന്നു. അവരുടെ അടിപൊളി കോസ്റ്റ്യൂം കിട്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം 2 ദിവസം മുമ്പ് ഞാൻ കൾച്ചറൽ കമ്മിറ്റിയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ ഞാൻ പോണത് കാണിച്ചത്. അങ്ങനെ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് നമ്മളുടെ മീൻ ചേച്ചിയുടെ വക ഒരു അവലോസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്പോർട്സൊക്കെ നടത്തിയിട്ട് പ്രൈസ് കുറേ വാങ്ങിയത് മൊത്തം ഇരുന്ന് പൊതിയലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വന്ന് പിന്നെ ലേറ്റായിട്ടാണ് പോയത്. ഒരു 11:30-12 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൗലി ആൻറ്റി, മീൻ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ കമ്മിറ്റിയിലുള്ള എല്ലാവരും. പിന്നെ നീലിമയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ ഫുൾ പൊതിഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം നമ്മളുടെ പിറ്റേ ദിവസം കോസ്റ്റ്യൂം രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം അത് സൈസൊന്നും നോക്കിയല്ല എല്ലാവരുടെയും, അതൊക്കെ സൈസ് ഓൾട്ടർ ചെയ്യണം, അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും, കാരണം അത് ഭയങ്കര സൈസ് കുറവായിരുന്നു. അങ്ങനെ അത് മൊത്തം ഹെൽപ്പ് ചെയ്തത് മൊത്തം നമ്മളുടെ ലൗലി ആൻറ്റി, മീൻ ചേച്ചിയും എല്ലാവരും കൂട്ടിയിട്ടാ, എല്ലാവരും അഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നമ്മളുടെ അന്നേനെ ചട്ടിയും കൊണ്ടുപിടിപ്പിക്കുക നല്ല. അപ്പോൾ ഫാഷൻ ഷോയിൽ സീനിയേഴ്സ് മൊത്തം മോഡേൺ ഡ്രസ്സും, ജൂനിയേഴ്സൊക്കെ ഇങ്ങനെ വയസ്സായ അതേ ചട്ടിമുണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അന്നേനെ ചട്ടിമുണ്ട് പിടിപ്പിക്കുന്നത് ലില്ലിയാൻ്റെ അടിപൊളിയുണ്ട് അന്നേനെ കാണാനായിട്ട്. നല്ലൊരു അമ്മാമ അല്ലേ, മേക്കാൻ മുതലൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അവളതനുസരിച്ച് അങ്ങനെ നിൽക്കണവും ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. അന്ന, തെരേസ, മരി അവരെല്ലാം കുറേ പ്രോഗ്രാംസിനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ എല്ലാവരും വിട്ടോക്കിൽ കണ്ട എല്ലാവരും ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. അനു, ജിനി, ടൈജി അപ്പോൾ ഓരോരുത്തരുടെയും ചോദിച്ചുകൊണ്ടിരിക്കുക, ഓരോരുത്തരുടെയും ഓക്കെ ആയോ എന്നൊക്കെ. പിന്നെ ഷോള് എങ്ങനെ ഇടണമെന്ന്, കാരണം ഷോള് ഇടാണ്ട് എനിക്കൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ 2 പേര് ഇടാണ്ട് നിൽക്കില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇടണം, എങ്ങനെയാണ്. അപ്പം തലേ ദിവസം തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു, കാരണം പിറ്റേ ദിവസം എല്ലാം കൂടി പെട്ടെന്ന് സ്റ്റേജിൽ ഉള്ളവർ തന്നെ 2-3 പ്രോഗ്രാംസിനുണ്ട്, അപ്പോൾ പറ്റില്ലല്ലോ, സമയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഫാഷൻ ഷോയിലുള്ള എല്ലാവർക്കും കൂടി പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ നടക്കണം എന്നൊന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി തലേദിവസം 12 മണി കഴിഞ്ഞിട്ട് അനുവിനെ കൊണ്ട്, മേരിച്ചേച്ചിയുടെ അനുവിനെ കൊണ്ട് നടത്തിപ്പിച്ച് ആ വീഡിയോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു, നാളെ ഇതുപോലെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരിതുപോലെ അല്ലെങ്കിലും നന്നായി ചെയ്തു, അവരുടേതായ രീതിയിൽ നന്നായി ചെയ്തു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നന്നാവും. നല്ല അടിപൊളി ഫാഷൻ ഷോ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് നമ്മുടെ ചാക്കു തന്നെയാട്ടോ, യൂണിറ്റിലത്തെ ജോൺസണങ്ങളും കൂടി ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളും നമ്മുടെ ആനുവൽ ഡേയുടെയും സ്പോർട്സ് ഡേയുടെയും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. കാരണം ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.